പത്രപ്രവർത്തനത്തിന് മാന്യമായ രീതി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് ഞാൻ ശാന്തം കേട്ടു, അപ്പോൾ എൻ്റെ മറുപടി ശാന്തമായി കേൾക്കണം. അത് പറഞ്ഞു തരാനുള്ള അവസരവും വേണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം കിഫ്ബി ഫണ്ട് 526 കോടി രൂപ മാറ്റിവെച്ച് 536 ബെഡുള്ള ഇപ്പോൾ സർജറി ബ്ലോക്കും ഏതാണ്ട് 365 ബെഡുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും പണിയാൻ തീരുമാനിച്ച് അതിൽ സർജറി ബ്ലോക്ക് ഇപ്പോൾ തീർന്നു, 565 ബെഡായി. അതിൻ്റെ മുഴുവൻ വാർഡിലെ പ്രവർത്തനങ്ങളും തീർന്നു, എല്ലാ സ്കാൻ മെഷീനും ഒക്കെ വന്നു. ഇനി അവസാനം തീരാനുണ്ടായിരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലെ അണിമുക്തമാക്കുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. അതോടെ തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 30-ാം തീയതി എന്ന് വെച്ചാൽ മെയ് മാസം 30-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രി ഞാനും ചേർന്ന് അവിടെ യോഗം വിളിച്ചു ചേർത്ത് അങ്ങോട്ട് പേഷ്യൻസിനെ മാറ്റാൻ ഉദ്ഘാടനം നോക്കിയിരിക്കേണ്ട ജൂലൈ മാസത്തിൽ മാറ്റി തുടങ്ങാൻ നിർദ്ദേശം കൊടുത്ത് തീരുമാനമെടുത്ത് മിനിസുണ്ട്. അങ്ങനെ അതിൻ്റെ പണി തുടങ്ങിക്കൊണ്ട് മാറ്റുന്ന പ്രക്രിയയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ പരിരക്ഷത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതിന് ഒന്നാന്തരമായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ള ഉത്തരം കൃത്യമായി 8 നില മന്ദിരം, 565 ബെഡ്, 14 ഓപ്പറേഷൻ തിയേറ്റർ കൂടി തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് LDF ഗവൺമെൻറ് കിഫ്ബി ഫണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഉണ്ടായിരുന്നതാണ്. ആ ഗവൺമെൻറ് ഇച്ഛാശക്തി തന്നെയാണ്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല. മുമ്പ് ഉണ്ടായിരുന്ന ഗവൺമെൻറ് മുമ്പിലാണ് ഈ റിപ്പോർട്ട് കൊടുത്തത്. അന്ന് അവർ ചെയ്തിരുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്, അത് രാഷ്ട്രീയമല്ല. ഈ യാഥാർത്ഥ്യം നിങ്ങൾ എന്താ മറച്ചു പിടിക്കുന്നത്? അപ്പോൾ സത്യസന്ധമായുള്ള കാര്യമാണ് ഈ കാര്യം പറഞ്ഞത്. രണ്ടാമത് ഇപ്പോൾ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി അതൊരു ഏതാണ്ട് 365 ബെഡും അതിലും 12 ഓപ്പറേഷൻ തിയേറ്ററും. അത് ഏതാണ്ട് 30% തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ജനുവരി എത്തുമ്പോഴേക്ക് അതും തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ 2 മനോഹരമായ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നു. പണ്ടുണ്ടാക്കിയ കെട്ടിടത്തെ സംബന്ധിച്ചോളം എന്താണ് അതിന് വേറെ സംവിധാനം ഉണ്ട്, അത് പൊളിക്കാൻ നമുക്കാർക്കും കഴിയില്ല. ഇവിടെ പുതിയ സംവിധാനം ഉണ്ടായതിനു ശേഷം പൊളിച്ച് വഴിയാണെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. അതുകൂടെ തിരിച്ചറിയണം എന്നുള്ളതാണ് പറയാം. ഇപ്പോൾ പറഞ്ഞു തിരച്ചിൽ വൈകിട്ടില്ല, പക്ഷെ സൂപ്രണ്ട് പറയുന്നത് ആദ്യം ഫയർഫോഴ്സ് മറ്റവരും വന്ന് ആരും അതിനകത്ത് കുടുങ്ങി കിടക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞത്. അങ്ങനെ ആദ്യം ഫയർഫോഴ്സ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തിരച്ചിൽ വൈകി. പിന്നീട് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങി. അപ്പോൾ സൂപ്രണ്ട് സമ്മതിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യഘട്ടത്തിൽ ആരും അകത്ത് കുടുങ്ങിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം തിരച്ചിൽ നിർത്തിവെച്ചു. 1. 2, തിരച്ചിൽ വൈകി. ഇത് 2ഉം സൂപ്രണ്ട് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ മന്ത്രി പറയുന്നു തിരച്ചിൽ വൈകിട്ടില്ല. ഇപ്പൊ ഏതാണ് അതിൽ യഥാർത്ഥത്തിൽ ശരി? ഞങ്ങൾ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞങ്ങൾ വന്നതിന് ശേഷം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് ഹിറ്റാച്ചിയോ JCBയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി അടിയന്തരമായി നീക്കം നടത്താൻ നിർദ്ദേശിച്ചെന്ന് ഞാൻ പറഞ്ഞ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. അല്ല, സൂപ്രണ്ട് പറഞ്ഞതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മറ്റേ മീറ്റിംഗിലായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോൾ ഫയർഫോഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഫയർഫോഴ്സ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം അവിശ്വസിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ്. ഇത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത ഈ നിർദ്ദേശം വളരെ പെട്ടെന്ന് നീക്കിയിട്ടാണ് ഹിറ്റാച്ചി വന്നതും കാര്യങ്ങളിലേക്ക് പോയി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാനും വീണാ മിനിസ്റ്ററും ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരേ സമയത്ത് ഞാൻ വന്നൊരു 10 മിനിറ്റിനുള്ളിൽ അവരും വന്നു. അങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് അടിയന്തരമായി നീങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ വസ്തുതാപരമായ കാര്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കുക. അതിൽ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ മറ്റു കാര്യങ്ങൾ പോകുന്നു. ശരിയല്ല, ഇല്ല തെറ്റിദ്ധരിക്കില്ലല്ലോ. അദ്ദേഹത്തോട് ഫയർഫോഴ്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം. അത് പറഞ്ഞല്ലോ. ഫയർഫോഴ്സും പോലീസുമാണല്ലോ ആദ്യം ഈ തെരച്ചിലിന് നേതൃത്വം കൊടുത്തിരുന്നത്. അദ്ദേഹവും മറ്റേ കോൺഫറൻസിൽ ഓടി വരികയായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റേ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞത്, അല്ലാതെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ല. മിനിസ്റ്റർ, ഈ അവാർഡ് നടക്കുന്ന തൊട്ട് തലേ ദിവസം CPM ശില്പശാല കോട്ടയത്താണ് നടന്നിരുന്നത്. താങ്കൾ കൂടി ആ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ യോഗത്തിൽ വെച്ച് ഈ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം വൈകുന്നത് മന്ത്രി വീണ ജോർജിന് സൗകര്യമായ തീയതി കിട്ടാത്തതുകൊണ്ടാണെന്നൊരു വിമർശനം ആ യോഗത്തിൽ ഉണ്ടായിരുന്നത്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത്. അങ്ങനെ ഒരു വിമർശനവും വന്നില്ല. മാത്രവുമല്ല, വീണ ജോർജും ഞാനും പങ്കെടുത്ത 30-ാം തീയതി അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അണുമുക്തമാക്കി കഴിഞ്ഞാൽ പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റി തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. 1. ആഗസ്റ്റ് മാസത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ച് നമുക്ക് ഉദ്ഘാടനം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. വീണ ജോർജിന്റെ സമയമല്ല ചോദിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ആഗസ്റ്റ് മാസത്തിലേക്ക് നമുക്ക് സമയം ചോദിച്ചു ഉദ്ഘാടനം. ഞാൻ അന്നേരം പറഞ്ഞു ഉദ്ഘാടനം കാത്തു നിൽക്കണ്ട, നമ്മൾ രോഗികളെ മാറ്റി തുടങ്ങുക, പഴയ കെട്ടറാണ്, അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കരുതെന്ന് ഞാൻ അതിൽ വേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, നിങ്ങൾ അന്വേഷിച്ചോളൂ. മിനിസുണ്ട്. ഞാൻ ഈ വാചകം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിനകത്ത് വീണ ജോർജ് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ ജോർജിൻ്റെ സമയത്തിന് വേണ്ടി കാത്തു നിന്നു എന്നുള്ള വിമർശനം ആരും തെറ്റിദ്ധരിച്ച് ഒരു അബദ്ധമായ വാർത്തയാണ്, തെറ്റായ ധാരണയാണ്.
അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ച ഓരോ കാര്യങ്ങൾ വരും. അതെല്ലാം വാർത്തയാക്കരുതെന്നാണ് വിനയപൂർവ്വമായി നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥന. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യസന്ധമായ രേഖാമൂലമുള്ള സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യെസ്, അത് ന്യായമായ ചോദ്യം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ നിശ്ചയമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അവർ സ്ഥലത്ത് വന്നിരുന്നു. അദ്ദേഹം അപ്പം തന്നെ ആശുവിനെ നടത്തിയിട്ട് നമുക്ക് ക്യാബിനറ്റ് തീരുമാനിച്ച് ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ HDSയിൽ നിന്ന് തന്നെ ഈ ഫ്യൂണറലിനായിട്ട് 6 ലക്ഷം രൂപ വീട്ടിലെത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ 1.5 ലക്ഷം 50,000 ഈ ഫ്യൂണറലിന്. അതേസമയത്ത് ധനസഹായം പുറകെ ഗവൺമെൻറ്റേതായിട്ട് കൊടുക്കും. അത് ക്യാബിനറ്റിൻ്റെ തീരുമാനം. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കൊടുക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. കാര്യം ആശുവിനെ നടത്തി കഴിഞ്ഞു. ഇനി അത് എത്രയാണെന്ന് തീരുമാനിക്കുന്നത് ക്യാബിനറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് പ്രഖ്യാപിക്കും. ആ കൂട്ടത്തിൽ തന്നെ ആ വീട്ടുകാർ ഞങ്ങളോട് ആശുവിനെ നടത്തിയ കാര്യം, അവരുടെ ചികിത്സാ കാര്യങ്ങളും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യം, ആ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കും. ആരോഗ്യ വകുപ്പിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ല, ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരാൾ ഒരു അപകടം ഉണ്ടായാൽ ആ അപകടത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അങ്ങനെ ഏറ്റെടുത്ത് പോകാൻ കഴിയുമോ? ഇതിപ്പോൾ അവരിങ്ങനെ ഒരു കെട്ടിടം ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നു, ഇടിഞ്ഞു പോകുന്നു, അവർ ആരോഗ്യമന്ത്രി ധരിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യമന്ത്രിയും പിന്നെ ഗവൺമെൻറ്റും ഉത്തരവാദിത്തോടു കൂടി ഏറ്റവും പെട്ടെന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തിയതിൻ്റെ നിങ്ങൾ കാണാത്തത്. അതല്ലേ ഇതിനകത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ഷണം. നമ്മളിങ്ങനൊരു അപകടാവസ്ഥ കെട്ടിടത്തിനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കിഫ്ബിയിൽ നിന്ന് 526 കോടി രൂപ മുടക്കി 2 മനോഹരമായ ബിൽഡിംഗ് തീർത്ത് അങ്ങോട്ട് മാറ്റാനുള്ള ഈ പശ്ചാത്തല സൗകര്യം ഒരുക്കി ഈ പ്രവർത്തനം കാണണ്ടേ? ഈ മെഡിക്കൽ കോളേജ് ചെയ്തു വരുന്ന സേവനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ എനിക്ക് മുൻനിരയിൽ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് എന്നാണ് കോട്ടയം. ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ അപകടം പറ്റിയ ഒരു രോഗി കൊച്ചെന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജും തൃശ്ശൂർ മെഡിക്കൽ കോളേജും എല്ലാം കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് വന്നത്. ആ ഒരു വിശ്വാസ്യതയില്ലേ? അപ്പോൾ മംഗലാപുരത്ത് നിന്ന് മധുരയിൽ നിന്ന് ഏറ്റവും ആളുകൾ ഞങ്ങൾ വിളിച്ച് ഇവിടെ നടക്കുന്ന ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽവ് റീപ്ലേസും ഉൾപ്പെടെയുള്ള ഉന്നത ചികിത്സ മറ്റെവിടെയും കിട്ടാത്തതുപോലെ ഡോക്ടർ ടി കെ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ കാർഡിയോളജിയും കാർഡിയോതൊറാസിക് സർജറിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ. അപ്പോൾ വിദഗ്ധമായ ചികിത്സയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു ഹോസ്പിറ്റൽ എന്ന രൂപത്തിലാണ് ഈ മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തു നിന്നും. ഇപ്പോൾ മധുരയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ രോഗികൾ വന്നിട്ട് ഞങ്ങൾ വിളിക്കാറുണ്ട്. മംഗലാപുരത്ത് നിന്ന് രോഗികളിലൂടെ വന്ന് ട്രീറ്റ് ചെയ്യാറുണ്ട്. കാരണം വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതെല്ലാം അന്വേഷിച്ചു. ഇത് ഞാൻ പറഞ്ഞെല്ലാം റെക്കോർഡാണ്. നിങ്ങൾ സൈറ്റ് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടന്നുകൊണ്ടിരുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് നെറ്റിലുണ്ടാക്കി കണക്ക്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അവിടെ ഇപ്പോൾ 2 കാത്തിലാബുണ്ട്, 3ാമത് വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാത്തിലാബും ആ കാത്തിലാബ് കഴിഞ്ഞാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അതേപോലെ തന്നെ മറ്റ് കണക്കിലെടുത്ത് പരിശോധിച്ചുള്ളൂ. ഇപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽവ് റീപ്ലേസും ഉൾപ്പെടെ. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് കൃത്യമായി ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു. നല്ല രൂപത്തിൽ പണ്ട് മെഡിക്കൽ കോളേജിനെ കണ്ടിരുന്നവരും ഇപ്പോൾ കണ്ടിരുന്നവരും നോക്ക്. ഏറ്റവും ഭംഗിയായ OP ബ്ലോക്ക്, പുതിയ കെട്ടിടങ്ങൾ, അതുപോലെ സർജിക്കൽ ബ്ലോക്ക് ഇപ്പോൾ പുതിയതായി തീർന്നിരിക്കുന്നു. ഗൈനക്കോളജി വിഭാഗം ഇതെല്ലാം തീർന്നിരിക്കുന്നു. അപ്പോൾ അതുകൂടാതെ നബാർഡിൻ്റെ സഹായത്തോടുകൂടി കാർഡിയോളജി 2nd ഫേസ് തീർന്നു കിടക്കുകയാണ്. ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റാണ് 10 കോടി രൂപ മുടക്കി. അപ്പോൾ എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യവും ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. സംഭവം നിർഭാഗ്യകരമാണ്, നമുക്കെല്ലാം വേദനാജനകം. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കില്ലേ വരുന്നത്, മനഃപൂർവ്വമായി ആരും ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ആ ആശുപത്രിയുടെ ഇന്ന് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്നുള്ള ആശ്വാസവും സഹായവും ആതുര സേവന രംഗത്തെ ഒരുപക്ഷെ സെൻട്രൽ ട്രാവൻകൂറിലെ 3-4 ജില്ലകൾക്ക് ഏറ്റവും വലിയ അഭയകേന്ദ്രമായ ആശുപത്രിയെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അതിനെ തകർക്കാനാരും ശ്രമിക്കുകയല്ല. അതാണ് ഞാൻ പുരയ്ക്ക് പിടിക്കും പ്രതിപക്ഷത്തോട് പറയുന്നത്. കുടുംബാംഗങ്ങൾ ഇന്ന് രാവിലെ പോലും പറഞ്ഞത് ഒരു മന്ത്രി ആരോഗ്യമന്ത്രിയായിട്ട് താങ്കളുണ്ട്, ഒരു ആശ്വാസമൊക്കെ. അപ്പൊ ആ സമയത്ത് തന്നെ ഇനിയെങ്കിലും ഒരു സന്ദർശനം ഉണ്ടാവും. ഞാനത് പറഞ്ഞു. ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. ഞാൻ ആ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ കേക്ക് ഇന്നലെ വീട്ടിൽ 2-3 പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ ബന്ധപ്പെട്ടു. വീട്ടിലാരുമില്ല, അവരെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. മെഡിക്കൽ കോളേജിൽ അവരുമായി അവരുടെ ബന്ധുക്കളുമായി ആശുപത്രി നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ആ ബോഡി കണ്ടു. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ ബോഡി അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് മുട്ടിയറ ആശുപത്രി കൊണ്ടുവച്ചു. പിന്നെ ബോഡിയില്ല. അപ്പോൾ ഇനി സംസ്കാരം മാത്രമാണ് ഇന്ന് 11 മണിക്ക് നടക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചു കൊടുക്കാൻ ഞങ്ങളാണ് ഇടപെട്ട്. ആരോഗ്യമന്ത്രി ഞാനും ചേർന്നാണ് ഇന്നലെ വൈകുന്നേരം ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യം വന്നു. ഇന്നലെ തന്നെ ചെയ്തു കൊടുത്തു. ആ കാര്യത്തിൽ എല്ലാം ഇടപെട്ട് മുഴുവൻ കാര്യങ്ങളും ചെയ്തു. ഇനി അവരുടെ വീട്ടിൽ പോവുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം പിന്നെ ആ സമയത്തിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വേറെ വ്യാഖ്യാനം പറഞ്ഞു. ഒരാൾക്ക് ജോലി കൊടുക്കണമെന്നൊരു ആവശ്യം ഞാൻ അതും പറഞ്ഞല്ലോ, ഭാവിയെ സംബന്ധിച്ചിടത്തോളം കാര്യം ആലോചിക്കുമെന്ന് ഞാൻ പറഞ്ഞത് അർത്ഥമില്ല. നിങ്ങൾ ഈ ഇതെല്ലാം പറഞ്ഞാലും നിങ്ങൾക്ക് സംശയങ്ങളാണ്. ഞാൻ പറയുന്നതെല്ലാം മലയാളത്തിലാണ്, അത് മനസ്സിലാവുന്നവരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് കാര്യങ്ങൾ? അല്ല, ഇതിലൊന്ന് ഈ പറയുന്നത് ഒരു അണുവേട വ്യത്യാസമില്ലാത്ത യാഥാർത്ഥ്യബോധത്തോട് പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി രാഷ്ട്രീയം കളിക്കുന്നവർക്ക് അതാകാം, ബഹളാകാം, അത് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണെന്ന്, അത് നടക്കട്ടെ. പക്ഷേ ആരോഗ്യപരിപാലന കേന്ദ്രത്തെ ഒരിക്കലും കളങ്കപ്പെടുത്താനോ അതിനെ തകർക്കാനോ ആരും പരിശ്രമിക്കരുത്. ഒരു നാടിൻ്റെ ജനകീയ ആരോഗ്യ സംരക്ഷണ കേന്ദ്രവും നിരവധി പാവങ്ങളുടെ ആരോഗ്യം രക്ഷിക്കപ്പെടുന്ന കേന്ദ്രമാണ്. എത്രയോ പാവങ്ങളെ നമ്മളവിടെ കൊണ്ടുവന്ന് രക്ഷപ്പെടുന്നു. ഞാൻ ഈ ആരോഗ്യ മേഖലയുടെ കാര്യം ഇങ്ങനെയെല്ലാം എടുത്തു പറയുന്ന ഒരു 6 പൊതുജീവിതത്തിൽ 60% ആരോഗ്യ മേഖലയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളുമായി ഇടപെട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കോവിഡ് കാലഘട്ടത്തൊക്കെ നിങ്ങൾക്കറിയാം, മെഡിക്കൽ കോളേജ് ഭക്ഷണം കൊടുക്കാൻ ഒരു 15 ലക്ഷത്തിൽ പരം ആൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കുമായിരുന്നു ഞങ്ങൾ അഭയം ചാരിറ്റബിൾ സൊസൈറ്റി. മുഴുവൻ ആരും കയറാത്ത കാലത്ത് മെഡിക്കൽ കോളേജ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ആൾ. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനം വരെ ഏറ്റെടുത്ത് ആ മെഡിക്കൽ കോളിനെ ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലത്തോളം HDCയിലും പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ മെഡിക്കൽ കോളേജ് ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് സെൻട്രൽ ട്രാവൻകൂറിലെ, പ്രത്യേകിച്ച് നമുക്ക് കോട്ടയം പരിസര പ്രദേശങ്ങളിലെ ജില്ലകളിലെ ആയിരക്കണക്കിന് രോഗികൾക്ക് ദിവസവും അഭയകേന്ദ്രമാണ്. അതിനെ തകർക്കരുത്, അത് നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് പൂർണ്ണമായി ജനങ്ങൾക്ക് വിശ്വാസ്യത ഉറപ്പുവരുന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകണം. ഇപ്പോൾ ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്, വസ്തുതാപരമായ കാര്യങ്ങളാണ് ഇത് പറയുന്നത്. യെസ്.